ഹലോ ഫ്രണ്ട്സ്, നമുക്കിതൊരു കുഞ്ഞ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പഠിക്കാം. ആങ്കർ ത്രെഡും സർദോസിയും നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ഡിസൈൻ നമുക്ക് ചുരിദാറിൽ നെക്ക് ഡിസൈനും ബോർഡർ ഡിസൈനും എല്ലാം ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ ത്രെഡ് ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ സർദോസി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും. ഓൺലൈനായിട്ട് നമുക്കിത് മേടിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. ഇതിൻ്റെ നടുക്ക് ഹോളുണ്ട്, അത് കൂടെയാണ് നമ്മൾ നൂലിട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇതൊരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ സർദോസി. ആദ്യം നമുക്ക് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ അകത്ത് നിന്ന് ഇതാ ഈ ഒരു സൈസിലുള്ള നീഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ത്രെഡ് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നീഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ 6 ഇഴകളായിട്ട് തന്നെയാണ് ത്രെഡ് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നീഡിലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇത്ര പോരെ ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നീഡിലിൻ്റെ അകത്ത് ത്രെഡ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ത്രെഡ് എടുക്കുന്ന രീതി. എന്നിട്ട് നമുക്കിതാ താഴേന്ന് കുത്തിയിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ കുറേ ഫ്രഞ്ച് നോട്ട് അടുപ്പിച്ച് ചെയ്തിട്ട് നമ്മൾ സർദോസി ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇത് സിമ്പിളാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, പക്ഷേങ്കിൽ ഇതൊരു നല്ല വൃത്തിയുള്ള ഒരു സംഭവമാണ്. 2 പ്രാവശ്യം ചുറ്റിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ ഇപ്പം ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്താം, മുട്ടിച്ചിട്ട് കുത്തണ്ട കേട്ടോ. തൊട്ടടുത്ത് കുത്തിയാൽ മതി. എന്നാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ മുട്ടിയിട്ട് നിൽക്കും. ഇതുപോലെ 2 ചുറ്റി എന്നിട്ടിതാ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ടൈറ്റാക്കി പിടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ആക്കി കൊടുത്തു. കണ്ടോ, നല്ല അടുപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ മൂന്നാമത്തെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര പോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നോക്കേ. ഫ്രഞ്ച് നോട്ട് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ വളവൊന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ റൗണ്ട് കറക്റ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ അകത്ത്. എന്നിട്ട് ഇതാ സർദോസി ഒരേ അളവിൽ കുറച്ചെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യുക കേട്ടോ. നമുക്കിതൊരു എതൾ പോലെ വരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നീളത്തിൽ വേണ്ടിക്കൽ അങ്ങനെ ഇനി ചെറുതും വലുതുമായിട്ടുള്ള സൈസിൽ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓരോ എതളും നമുക്ക് വേറെ സൈസിൽ കുഞ്ഞും വലുതും അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാലും നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ. നമ്മൾ സർദോസി ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള നീഡിൽ എടുക്കുക കേട്ടോ. അതിൻ്റെ ഹോളിൽ കൂടെ പോകുന്ന തരത്തിലുള്ള നീഡിൽ എടുക്കുക. മെഷീൻ ത്രെഡും എടുത്തിട്ടുണ്ട്. ആ ഒരു ഗോൾഡൻ കളർ പോലത്തെ മെഷീൻ ത്രെഡ് എടുത്തേ. സെയിം കളർ ത്രെഡിൻ്റെയോ ക്ലോത്തിൻ്റെയോ നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ സർദോസി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നീഡിൽ കൂടെ സർദോസി നല്ല വൃത്തിക്ക് പോയത് കണ്ടില്ലേ. കറക്റ്റ് നീഡിൽ എടുത്തുകൊണ്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് ഇതേപോലെ ഒരു എതൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ എതളിനെ അവിടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുകളിലിടെ കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിങ്ങനെ പൊന്തി നിൽക്കുകയോ അനങ്ങി കളിക്കുകയൊക്കെ ചെയ്യും, ഒരു രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടിക്കല്ലേ കുറച്ചും കൂടെ വലിയ എതളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പം ചെറുതും വലുതൊക്കെ ആയിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്ക് നെക്കിന് മാത്രമല്ല, നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിൽ ഇതിങ്ങനെ ദൂരം ചെയ്ത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. നിങ്ങളിത് ഫുള്ള് ചെയ്തിട്ടാകുമ്പോൾ നോക്കിക്കേ.
ഇതേപോലെ ഫ്രഞ്ച് നോട്ടിന് ചുറ്റിലും നമ്മൾ എതളുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. സർദോസി വെച്ചിട്ട് നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിലും അവിടെ ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതാ ലാസ്റ്റത്തെയും കൂടെ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഞാനിങ്ങനെ ചെയ്ത്, അത് വേണമെന്നുണ്ടായിട്ടില്ല. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഈ കുഞ്ഞ് ഡിസൈനാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ. എന്നാൽ പിന്നെ ശരി, വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.